അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ ഭാരമായ അനുഗ്രഹത്താൽ മഹാപണ്ഡിതനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ-അർബഊന നബവിയ്യ എന്ന പ്രസിദ്ധമായ ഹദീസ് ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയുള്ള 23ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ചത് 9ാമത്തെ ഹദീസാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് 10ാമത്തെ ഹദീസിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഹദീസ് ഇപ്രകാരം നമുക്ക് വായിക്കാം. അൻ നബി ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ തആല ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബൻ വഇന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹി അൽ മുർസലീൻ ഫഖാല യാ അയ്യുഹർ റുസുലു കുലൂ മിന ത്വയ്യിബാതി വഅ്മലു സാലിഹാ. അൽ മുഅ്മിനൂൻ അൽ ആയ 51. വഖാല യാ അയ്യുഹല്ലദീന ആമനു കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും. സൂറത്തുൽ ബഖറ. ثم ذكر الرجل يطيل السفر أشغث أغبر يمد يديه إلى السماء يا رب يا رب ومطعمه حرام ومشربه حرام وغذي بالحرام فأنى يستجاب لذلك. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. ഹദീസിൻ്റെ അർത്ഥം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹു നല്ലവനാകുന്നു. ഇന്നല്ലാഹ ത്വയ്യിബുൻ, അല്ലാഹു നല്ലവനാകുന്നു. ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ, നല്ലതല്ലാതെ അവൻ സ്വീകരിക്കുകയില്ല. അല്ലാഹു നല്ലവനാകുന്നു, നല്ലതല്ലാതെ അവൻ സ്വീകരിക്കുകയില്ല. അല്ലാഹു പ്രവാചകന്മാരോട്, മുർസലുകളോട് കൽപ്പിച്ച അതേ കാര്യം വിശ്വാസികളോടും കൽപ്പിച്ചു. എന്താണ് അല്ലാഹു കൽപ്പിച്ചത്? അല്ലാഹുവിൻ്റെ ദൂതന്മാരെ, നിങ്ങൾ നല്ലത് ഭക്ഷിക്കുക, നന്മകൾ പ്രവർത്തിക്കുകയും ചെയ്യുക. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് നല്ലത് നിങ്ങൾ ഭക്ഷിക്കുക. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാളെ സംബന്ധിച്ച് പറഞ്ഞു, ആ മനുഷ്യൻ ദീർഘയാത്ര ചെയ്ത വ്യക്തിയാണ്. മുടികൾ ജട പിടിച്ചിട്ടുണ്ട്, പൊടി പുരണ്ടിട്ടുണ്ട്. അവൻ്റെ കൈകൾ ആകാശത്തേക്ക് ഉയർത്തി അവൻ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ റബ്ബേ, എൻ്റെ റബ്ബേ. എന്നാൽ അവൻ്റെ ഭക്ഷണം നിഷിദ്ധമാകുന്നു, അവൻ്റെ വസ്ത്രം നിഷിദ്ധമാകുന്നു, അവൻ്റെ പാനീയവും നിഷിദ്ധമാണ്. അവൻ നിഷിദ്ധത്തിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് അവൻ ഉത്തരം ലഭിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു എന്നുള്ളതാണ് ഹദീസ്. ഒരുപക്ഷെ ഈ ഹദീസ് നമ്മൾ പലതവണ നമ്മുടെ ജീവിതത്തിൽ കേട്ടവരായിരിക്കാം, വായിച്ചവരായിരിക്കാം. വളരെ പ്രാധാന്യമുള്ള ഹദീസാണ് ഈ ഹദീസ്. നമുക്കറിയാം, ഹദീസ് ഉദ്ധരിച്ചത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞു. പ്രസിദ്ധനായ സ്വഹാബിയാണ്, ഏറ്റവും കൂടുതൽ ഹദീസുകൾ ഉദ്ധരിച്ച സ്വഹാബിയാണ്. ധാരാളം പ്രത്യേകതകൾ അദ്ദേഹത്തിനുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഹദീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠമെന്ന് പറയുന്നത്, ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ പ്രധാനപ്പെട്ടതും ഒരു മനുഷ്യൻ്റെ ജീവിത വിശുദ്ധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നതുമായ ഒരു ഹദീസാണ് ഇന്ന് നമ്മൾ വായിച്ച് കേട്ട, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പഠിക്കുന്ന ഹദീസ്. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഹദീസിൻ്റെ മഹത്വത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങളിലൊന്നായിട്ടാണ് ഈ ഹദീസ് പരിഗണിക്കുന്നത്. അള്ളാഹു പരിശുദ്ധനാണ്, ത്വയ്യീബാണ്. അതിനാൽ വിശ്വാസികളുടെ സമ്പാദ്യം, ഭക്ഷണം, പ്രവർത്തനങ്ങൾ ഇതൊക്കെ പരിശുദ്ധമായിരിക്കണമെന്ന് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസിനെ വിശദീകരിക്കുമ്പോൾ പറയുന്നുണ്ട്. മഹാപണ്ഡിതനായ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസിനെ കുറിച്ച് പറഞ്ഞത്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാനുള്ള സാഹചര്യമാണ് യാത്രക്കാരനാവുക, എളിമ കാണിക്കുക, കൈകൾ ഉയർത്തുക.
ഇതൊക്കെ പ്രാർത്ഥനയുടെ അദബുകളിൽപ്പെട്ട മര്യാദകളിൽപ്പെട്ട കാര്യമാണ്. ഒരാളിൽ ഇതൊക്കെയുണ്ടായി, ഒരാളിൽ യാത്രക്കാരനാണ്, അയാൾ എളിമ കാണിച്ചിട്ടുണ്ട്, അയാൾ കൈകൾ ഉയർത്തിയിട്ടുണ്ട്, ഇതൊക്കെ ഉണ്ടായിട്ടും അയാളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നില്ല. കാരണം എന്താ? അയാളുടെ ഭക്ഷണം ഹറാമാണ്. അപ്പോൾ ആ ഹറാമായത് കഴിക്കുന്ന, ഹറാമായത് ഉടുക്കുന്ന, ഹറാമായതുമായി മുഴുകി ജീവിക്കുന്ന ഒരാൾ, അയാളുടെ പ്രാർത്ഥനകൾ തടയപ്പെടുമെന്നുള്ളത് വിശ്വാസികൾ ഗൗരവത്തിൽ കാണണമെന്ന് മഹാപണ്ഡിതനായ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ മുന്നിൽ വെച്ചുകൊണ്ട് വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ ഹദീസിൻ്റെ പ്രാധാന്യം, ഗൗരവം ധാരാളം പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മുടെ സമയം കുറവായതുകൊണ്ട് ഹദീസിൻ്റെ ഒരു ചെറിയ വിശദീകരണത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഹദീസിൻ്റെ വിശദീകരണം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഹദീസിൽ ആദ്യത്തെ പ്രയോഗം ഇന്നല്ലാഹ തആല ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ. അള്ളാഹു നല്ലവനാണ്, നല്ലത് മാത്രമേ അവൻ സ്വീകരിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ഒന്ന് എടുത്തു നോക്കൂ നിങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ നല്ലതിനെ മാത്രം ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ, അല്ലെ? നല്ല വസ്ത്രം ധരിക്കണം, നല്ല ഭക്ഷണം കഴിക്കണം, നല്ല വാഹനമുണ്ടാകണം, നല്ല വീടുണ്ടാകണം, നല്ല ഭാര്യ, നല്ല ഭർത്താവ്, നല്ല മക്കൾ, എല്ലാം നല്ലത് വേണം. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. നമ്മൾ നല്ലത് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. അത് കുഴപ്പമുള്ള വിഷയമല്ല, അത് അനുവദനീയമായ കാര്യമാണ്. നല്ലതാണ് നാം ഇഷ്ടപ്പെടേണ്ടതും ആഗ്രഹിക്കേണ്ടതും. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ലതിനെ ഇഷ്ടപ്പെട്ടതിന് എത്രയോ തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെ ഇഷ്ടമായിരുന്നു സുഗന്ധം, ത്വയ്യിബായത്, നല്ലതിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ദന്തശുദ്ധീകരണം വരുത്തുക എന്നത് പ്രവാചകന് ഇഷ്ടമായിരുന്നു, ഒരു നല്ല കാര്യമാണത്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമായിരുന്നു. നല്ല വാക്കുകൾ പറയുക എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ താല്പര്യം കാണിച്ച കാര്യമാണ്. സംസാരത്തിൽ, പെരുമാറ്റത്തിൽ നന്മയിലാകണം, നല്ലതാകണം, ഖൈറുകൾ പറയണം. നിങ്ങളിൽ ഒരാൾ പരലോകം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ. ഇനി അവൻ വല്ലതും പറയുകയാണ് എങ്കിൽ ഖൈറായത്, നന്മയായത്, നല്ലതായത് പറയട്ടെ എന്നൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ്റെ പരിസരം, അവൻ്റെ വീട്, അവൻ്റെ ചുറ്റുപാട്, ഇതൊക്കെ വൃത്തിയുള്ളതാകണം, ശുദ്ധിയുള്ളതാകണം, നല്ല രീതിയിൽ കൊണ്ടു നടക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. ഒരാൾ മുടി ചീകാതെ വൃത്തികേടായി നടക്കുന്നത് കണ്ടപ്പോൾ നബി ചോദിക്കുന്നുണ്ട്, അയാൾക്ക് മുടിയൊന്ന് ചീകി വെച്ച് ഭംഗിയിൽ, വൃത്തിയിൽ, നല്ല രീതിയിൽ നടന്നുകൂടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നോക്കൂ നിങ്ങൾ, നമ്മളെല്ലാവരും, നമ്മുടെ നബിയടക്കം നമ്മളെല്ലാവരും നല്ലതിനെയാണ് ഇഷ്ടപ്പെടുന്നത്, നല്ലതാകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അള്ളാഹു തന്നെ പറഞ്ഞത് ഖുൽ ലാ യസ്തവിൽ ഖബീഥു വത്വയ്യിബ്, നല്ലതും ചീത്തയും സമമല്ല, നല്ലതും ചീത്തയും സമമല്ല. അൽ ഖബീസാതു ലിൽ ഖബീസീന വൽ ഖബീസൂന ലിൽ ഖബീസാത്ത് വത്വയ്യിബാതു ലിത്വയ്യിബീന വത്വയ്യിബൂന ലിത്വയ്യിബാത്ത്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് നൂറിലെ 62-ാമത്തെ ആയത്തിൽ 26-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നതാണിത്. ഇത് യഥാർത്ഥത്തിൽ ആയിഷ ഉമ്മയുടെ അപവാദ പ്രചരണവുമായി ബന്ധപ്പെട്ട ആ ചരിത്രത്തിൻ്റെ പശ്ചാത്തലമുള്ളൊരായത്താണ്. ഈ ആയത്തിൽ അല്ലാഹു പറയുന്നത് അശുദ്ധരായ, മോശമായ സ്ത്രീകൾ അത് അശുദ്ധരായ, മോശമായ പുരുഷന്മാർക്കുള്ളതാകുന്നു. അതേപോലെ തന്നെ അശുദ്ധരായ പുരുഷന്മാരായ, ശുദ്ധരായ സ്ത്രീകൾ ശുദ്ധന്മാരായ പുരുഷന്മാർക്കുള്ളതാകുന്നു. നേരെ തിരിച്ചു. അപ്പം നോക്കൂ നിങ്ങൾ, നല്ലതിന് പകരം നല്ലത്, ചീത്തക്ക് പകരം ചീത്തയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, നമുക്ക് ലഭിക്കുക എന്ന് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ച പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ നല്ലതിനെ മാത്രം ഇഷ്ടപ്പെടുന്ന നമ്മളോട് അല്ലാഹു കൽപ്പിക്കുന്നത്, അല്ലാഹു നല്ലവനാണ്, അവൻ നല്ലത് മാത്രമേ ഇഷ്ടപ്പെടുകയുള്ളൂ. നല്ലത് ചെയ്യുന്നവരാകണം, നന്മ പ്രവർത്തിക്കുന്നവരാകണം, നല്ലത് കഴിക്കുന്നവരാകണം. യാ അയ്യുഹന്നാസ് കുലൂ മിനത് ത്വയ്യിബാതി വഅമലു സ്വാലിഹാ ഇന്നി ബിമാ തഅമലൂന അലീം. അള്ളാഹുവിൻ്റെ ദൂതന്മാരെ വിളിച്ച്, പ്രവാചകന്മാരെ വിളിച്ച് അള്ളാഹു പറഞ്ഞു, നിങ്ങൾ നല്ലത് ഭക്ഷിക്കണം, നല്ലത് നിങ്ങൾ പ്രവർത്തിക്കുകയും വേണം. അതേ കൽപ്പനയാണ് അള്ളാഹു നമ്മളോടും പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസം സ്വീകരിച്ചവരെ, കുലൂ മിനത് ത്വയ്യിബാതി മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നല്ലത് നിങ്ങൾ ഭക്ഷിക്കണമെന്നാണ്. അപ്പോൾ ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ അവൻ എന്ത് ചെയ്യണം? അവൻ നല്ലത് ഭക്ഷിക്കുന്നവനാകണം, നല്ലത് ധരിക്കുന്നവനാകണം, നല്ലത് പറയുന്നവനാകണം, നല്ലത് കേൾക്കുന്നവനാകണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെടുന്നത്. കാരണം നല്ലതല്ലാത്ത ഒന്നും
അള്ളാഹു സ്വീകരിക്കുകയില്ല. നമ്മുടെ കർമ്മങ്ങളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ നല്ലതിനെ മാത്രമാണ് അള്ളാഹു സ്വീകരിക്കുക. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം. നോക്കൂ, നിങ്ങൾ ഒരാൾ കോടികൾ വിലയുള്ള ഒരു ആഡംബര കാറ് വാങ്ങിയെന്ന് വിചാരിക്കൂ. കോടികൾ വിലയുള്ള ആഡംബര കാറ് വാങ്ങി, അതിൻ്റെ പുറം ഭാഗം തിളങ്ങുന്നുണ്ട്, അതിൻ്റെ സീറ്റുകൾ വളരെ വളരെ മനോഹരമാണ്, അതിലിരിക്കുക എന്നുള്ളത് വളരെ സമാധാനം നൽകുന്ന കാര്യമാണ്. പക്ഷേ ആ കാറിൻ്റെ ടാങ്കിൽ അയാൾ ഒഴിക്കുന്നത്, ആ കാറിൻ്റെ ഉടമ ഒഴിക്കുന്നത് ശുദ്ധമായ പെട്രോളിന് പകരം ചെളിയും മലിനജലവുമാണെങ്കിൽ ആ കാർ സ്റ്റാർട്ടാകുമോ? ആ കാർ വർക്ക് ചെയ്യുമോ? അതിനെ ഓടിക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നമ്മുടെ ശരീരം ഒരു കാറ് പോലെയാണ് എന്ന് വിചാരിക്കൂ. നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ആരാധനകൾ അതിൻ്റെ എഞ്ചിനാണ്. നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ആരാധനകൾ അതിൻ്റെ എഞ്ചിനാണ്, നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യമാണ്. എന്നാൽ ഹറാമായ ഭക്ഷണം ആ എഞ്ചിനിലെ മലിനമായ ഇന്ധനം പോലെയാണ്. നിഷിദ്ധമായ ഭക്ഷണം, നമ്മുടെ എഞ്ചിൻ വർക്ക് ചെയ്യണമെങ്കിൽ നിഷിദ്ധമായ ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല, ചീത്ത ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല. എത്ര വലിയ കാറാണെങ്കിലും ഇന്ധനം മോശമാണെങ്കിൽ അത് ചലിക്കില്ല എന്ന് നമുക്കറിയാം. അതുപോലെ വലിയ പ്രാർത്ഥനയാണെങ്കിലും എത്ര ആവശ്യക്കാരനായാലും എത്ര ഗൗരവമുള്ളതായാലും അവൻ്റെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമെങ്കിൽ അവൻ്റെ ഭക്ഷണം, അവൻ്റെ വസ്ത്രം, അവൻ്റെ പാർപ്പിടം, അവൻ്റെ പാനീയം ഇതൊക്കെ ഹലാലായിരിക്കണം. ഇത് നിസ്സാരമായ കാര്യമല്ല, ഇത് ഗൗരവമുള്ള വിഷയമാണ്. നോക്കൂ, ഒരാൾ നിങ്ങൾക്കൊരു സ്വർണ്ണ പാത്രത്തിൽ നിറയെ ശുദ്ധമായ തേൻ നൽകുകയാണ്, ഒരു സ്വർണ്ണ പാത്രത്തിൽ നിറയെ ശുദ്ധമായ തേൻ. പക്ഷെ അതിൽ ഒരേ ഒരു തുള്ളി മാരകമായ വിഷം കലർത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ആ സ്വർണ്ണപാത്രത്തിൻ്റെ ഭംഗിയോ തേനിൻ്റെ മധുരമോ നോക്കി നിങ്ങളത് കുടിക്കോ? ഇല്ലല്ലോ, ഒരിക്കലും നമ്മളത് കുടിക്കുകയില്ല. കാരണം എന്താ? നമ്മുടെ സൽക്കർമ്മങ്ങൾ ആ തേൻ പോലെയാണ്, നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ അതിൽ ഹറാമായ സമ്പാദ്യത്തിൻ്റെ ഒരു തുള്ളി കലർന്നാൽ ആ കർമ്മം മുഴുവൻ അള്ളാഹുവിങ്കൽ അസ്വീകാര്യമായി തീരും. പടച്ചോനത് സ്വീകരിക്കില്ല. അള്ളാഹു പരിശുദ്ധമായത് മാത്രമാണ് നമ്മളിൽ നിന്ന് സ്വീകരിക്കുക എന്ന് ഈ ഹദീത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്, ഈ ഹദീത്ത് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ റബ്ബ് നല്ലവനാണ്. നമ്മുടെ റബ്ബ് നല്ലവനാണ്, നല്ലത് മാത്രം അവൻ സ്വീകരിക്കുക. അതുകൊണ്ട് മോശമായതൊന്നും പ്രവർത്തിക്കാതിരിക്കുക, മോശമായത് റബ്ബ് സ്വീകരിക്കില്ല എന്ന് മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിൽ നല്ല ഭക്ഷണം കഴിക്കുന്ന, നല്ലത് പ്രവർത്തിക്കുന്ന ആൾക്കാരായിട്ട് നമ്മൾ മാറുക. നോക്കൂ, നിങ്ങൾ ഹദീത്തിൻ്റെ അവസാന ഭാഗത്ത് നബി പറഞ്ഞ വാചകന്ത സുമ്മ ദക്കറ റജുൽ, ഒരു മനുഷ്യനെക്കുറിച്ച് നബി ഓർമ്മപ്പെടുത്തി. യുത്തീലു സഫർ, അവൻ യാത്ര ചെയ്ത ആളാണ്, സുദീർഘമായി യാത്ര ചെയ്ത ആളാണ്, അവൻ്റെ മുടിയൊക്കെ പൊടി പിടിച്ചിട്ടുണ്ട്, അവൻ കൈകൾ ആകാശത്തേക്ക് ഉയർത്തുന്നുണ്ട്. എന്താണ്? യാ റബ്ബ് യാ റബ്ബ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ അവൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നാണ്. നോക്കൂ, നിങ്ങൾ ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥന അള്ളാഹു കേൾക്കുന്നില്ല എങ്കിൽ എത്ര ഗൗരവമുള്ള വിഷയമാണ്. അപ്പോൾ നമ്മുടെ ദുആ അള്ളാഹു സ്വീകരിക്കുന്നില്ലെങ്കിൽ, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അത് അള്ളാഹു സ്വീകരിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് എന്ന് പരിശോധിക്കണം. ഈ ഹദീത്തിൽ പറഞ്ഞ അടയാളങ്ങൾ നമ്മളിലുണ്ടോ? ഹറാമുകളുമായി ചുറ്റിപ്പൊതിഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. യാത്രക്കാരൻ്റെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുണ്ട് എന്നാണ് അല്ലേ? യാത്രക്കാരൻ്റെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുണ്ട്, എന്നിട്ട് പോലും ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ ഗൗരവം എത്രയാണ്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യുക? ഈ ഹദീത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ നന്നാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് ഇത് ജീവിത വിശുദ്ധി നൽകുന്ന ഹദീത്താണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത്. ഞാൻ ഒന്ന് രണ്ട് പോയിന്റുകൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന്, ഈ ഹദീത്ത് നമ്മൾ പഠിച്ചു പോകുമ്പോൾ, വായിച്ചു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ സ്നേഹം. അള്ളാഹുവിന് നമ്മുടെ പണമോ നമ്മുടെ ഭക്ഷണമോ ആവശ്യമില്ല. നമ്മുടെ ജീവിതം നന്നാകാനാണ് അവൻ ഹലാൽ നിർബന്ധമാക്കിയത്. ഹലാലുകൾ മാത്രം കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ദുനിയാവിൽ ഹലാലുകളാണ് കൂടുതൽ, ഹറാമുകൾ കുറവാണ്. ഭക്ഷണം എടുത്തു നോക്കൂ നിങ്ങൾ, ഭക്ഷണപാനീയങ്ങൾ എടുത്താൽ ആ ഭക്ഷണപാനീയങ്ങളുടെ മേഖലയിൽ ഹലാലുകളാണ് അധികവും. വളരെ കുറച്ച് കാര്യം കഴിക്കാൻ പാടില്ലാത്തത്, നിഷിദ്ധമായത് കുറച്ചുള്ളൂ. അപ്പം റബ്ബിന് നമ്മോടുള്ള സ്നേഹമാണെന്ത്? നിങ്ങൾ ഹലാലുകൾ ഭക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അത് പടച്ചോന് ഇഷ്ടമാണ്. ഹറാമുകൾ കഴിച്ചാൽ, മദ്യപിച്ചാൽ തലക്ക് വെളിവില്ലാതെയാകും അല്ലേ? പന്നിമാംസം കഴിച്ചാൽ രോഗങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട്. അത് ഒരുപാട് പ്രശ്നങ്ങൾ പഠനങ്ങൾ നടത്തിയ ആൾക്കാർക്കറിയാം. ഹറാമായത്, ത്വയ്യിബല്ലാത്തത് കഴിച്ചാലുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ റബ്ബിന് നമ്മളോടുള്ള സ്നേഹം, നിങ്ങൾ നല്ലത് മാത്രം കഴിച്ച് നല്ല ആരോഗ്യമുള്ളവരാകണം, നല്ല രീതിയിൽ ജീവിക്കുന്നവരാകണം എന്ന് നമുക്ക് ഈ ഹദീത്ത് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ അളവല്ല ഗുണമാണ് പ്രധാനമെന്ന മറ്റൊരു പാഠം ഈ ഹദീത്തിലുണ്ട്. 1000 റക്അത്തുകൾ നമസ്കരിക്കുന്നതിനേക്കാൾ അള്ളാഹു നോക്കുന്നത് ആ നമസ്കരിക്കുന്ന വ്യക്തി അവൻ്റെ ഒരു തരി ഭക്ഷണം ഹറാമാണോ, അവൻ്റെ ഭക്ഷണം ഹറാമാണോ, അവൻ്റെ വെള്ളം ഹറാമാണോ, അതാണ് എങ്കിൽ ഇത് സ്വീകരിക്കൂല എന്നുള്ളതാണ്. അവിടെ 1000 റക്അത്തോ 10,000 റക്അത്തോ നിസ്കാരം കൊണ്ടെന്തില്ല, നേട്ടല്ല, അളവല്ല,
മറിച്ച് ഗുണമാണ്. നാം നമസ്കരിക്കുന്ന എത്ര കുറച്ചായാലും, നാം ഓതുന്ന ഖുർആൻ്റെ ആയത്തുകൾ കുറവാണെങ്കിലും, നമ്മുടെ നോമ്പുകളുടെ എണ്ണം കുറവാണെങ്കിലും, അത് ഏറ്റവും നല്ല രീതിയിൽ ഇഖ്ലാസോടെ നിഷിദ്ധമില്ലാതെ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ പ്രാർത്ഥനയുടെ താക്കോൽ എന്താ? പ്രാർത്ഥന സ്വർഗത്തിൻ്റെ താക്കോലാണെങ്കിൽ ഹലാലായ ഭക്ഷണം ആ താക്കോലിൻ്റെ പല്ലുകളാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട വാചകമാണ്. പ്രാർത്ഥന സ്വർഗത്തിൻ്റെ താക്കോലാണെങ്കിൽ ഹലാലായ ഭക്ഷണം ആ താക്കോലിൻ്റെ പല്ലുകളാണ്. പല്ലില്ലാത്ത താക്കോൽ കൊണ്ട് പൂട്ടഴിക്കാൻ സാധ്യമല്ല. സ്വർഗത്തിൽ കിടക്കണമെങ്കിൽ പ്രാർത്ഥനകൾ അനിവാര്യമാണ്. ആ പ്രാർത്ഥന ശരിയാകണമെങ്കിൽ ആ താക്കോലിൻ്റെ പല്ലുകൾ ശരിയാകണം. ആ പല്ലുകൾ എന്താ? ഹലാലായ ഭക്ഷണമാണ് എന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാൻ ഹലാലുകളിൽ ജീവിക്കേണ്ടതുണ്ട്. കുടുംബത്തോടുള്ള ബാധ്യത, തൻ്റെ മക്കൾക്ക് ഹറാമായ ഭക്ഷണം നൽകുക എന്നുള്ളത് കുറ്റമാണ്. മാതാപിതാക്കൾ അവർക്ക് നൽകുന്നത് നരകത്തിലേക്കുള്ള ക്ഷണക്കത്താണ്. അവരറിയുന്നില്ല, അവർ കേട്ടിട്ടില്ല, അവർ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിന് ഹലാലുകൾ നൽകാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ മനസ്സിനോട് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നില്ല എന്ന പരാതിയാണ് നമുക്ക് എങ്കിൽ നമ്മുടെ പ്ലേറ്റിലെ ഭക്ഷണം എവിടെ നിന്ന് വന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നാം ധരിച്ച വസ്ത്രം എവിടെ നിന്നാണ് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ വീട് അത് എങ്ങനെയുള്ളതാണ്, എങ്ങനെ നമ്മൾ കെട്ടിപ്പൊക്കിയതാണ് എന്ന് നമ്മൾ ആലോചിക്കണം. അത് നമ്മുടെ മനസ്സിനോട് ചോദിക്കുക. എൻ്റെ വീടുണ്ടാക്കാൻ ഞാൻ പണിതുയർത്തിയ എൻ്റെ വീട്ടിൽ ഒരു ഇഷ്ടിക പോലും, ഒരു ജനൽ പോലും, ഒരു വാതിൽ പോലും, അതിലെ ഒരു പാത്രം പോലും, ഒരു കട്ടിൽ പോലും നിഷിദ്ധമായ മാർഗത്തിലല്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ഹലാലുകളാൽ മാത്രം ജീവിക്കുന്ന, ഹറാമുകളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ആളുകളാകാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.